ചെകുത്താൻ 14. ജഗന്റെ വിവരങ്ങൾ അറിയാതെ സുഭദ്രയും ദേവന്റെ ഭാര്യയും കുട്ടികളുമെല്ലാം തറവാടിന്റെ വരാന്തയിൽ തന്നെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്റെ കുഞ്ഞിനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ ദിവസം അവൻ ഒരിക്കലും ഇത്രയും താമസിക്കില്ല. ഈശ്വര, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. സുഭദ്ര കൈകൂപ്പി ഭഗവാനോട് മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സുഭദ്രാമ്മേ, സുഭദ്രാമ്മേ, ലക്ഷ്മി മോളെ കണ്ടോ? അവൾ മുറിയിലില്ല, അടുക്കളയിലുമില്ല. ഞാൻ എല്ലായിടത്തും നോക്കി, കാണാനില്ല. വെപ്രാളത്തോടെ ലച്ചുവിനെ അന്വേഷിച്ചുകൊണ്ട് രാധ സുഭദ്രയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് അവരും ലച്ചുവിനെക്കുറിച്ച് ഓർക്കുന്നത്. അവൾ ഇതുവരെ അകത്തേക്ക് കയറി വന്നില്ലേ? അച്ഛന്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഒന്നാമത് മനുഷ്യനിവിടെ ആകെ ടെൻഷനെടുത്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ഒരുമ്പെട്ടോളുടെ പ്രാർത്ഥന. നീ വേഗം ചെന്ന് അവളെ വിളിച്ച് അകത്തോട്ട് കയറ്റ്, രാധയോട് ദേഷ്യപ്പെട്ട് സുഭദ്ര പറഞ്ഞു. അത് കേട്ടതും അല്പം പോലും സമയം കളയാതെ തൊടിയിലെ രാമന്റെയും ദേവകിയുടെയും കുഴിമാടത്തിനരികിലേക്ക് അവർ ഓടി. എന്നാൽ അവിടെ എത്തി അവർ ആകെ ഞെട്ടിപ്പോയി. കാരണം ലച്ചു അവിടെയെങ്ങുമില്ല. ഉറപ്പായും അവൾ ആ വീട്ടിലും പരിസരത്തും ഇല്ല എന്ന് രാധയ്ക്ക് മനസ്സിലായി. അവർ ലച്ചു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കുഴിമാടത്തിനു ചുറ്റും കുറേ നടന്നു നോക്കി. പക്ഷെ അവൾ വിളി കേട്ടില്ല. രാധയ്ക്ക് ഉറപ്പായി ലച്ചുവിനെ കാണാനില്ല. അയ്യോ സുഭദ്രമ്മേ, സുഭദ്രമ്മേ, ലച്ചുവിനെ കാണാനില്ല. മോളില്ല അവിടെങ്ങും. മോക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഉറക്കെ വിളിച്ച് അലച്ചു കരഞ്ഞുകൊണ്ട് രാധ സുഭദ്രയുടെ അടുത്തേക്ക് ഓടി. രാധ പറഞ്ഞത് കേട്ട് സുഭദ്ര ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു. എന്റെ ഈശ്വരന്മാരെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നാളെ വിവാഹം നടക്കേണ്ട കുട്ടിയാണ്. അവൾ എവിടെ പോയി? ഇനി മുമ്പത്തെ പോലെ അവൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോ? എനിക്കൊന്നും അറിയില്ല എന്റെ ഈശ്വരന്മാരെ. അവർ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സുഭദ്രയും രാധയും ദേവന്റെ കുടുംബവും എല്ലാവരും ആ തറവാടിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി. ടോർച്ചും മൊബൈൽ വെട്ടങ്ങളുമായി പറമ്പ് മുഴുവൻ ലച്ചുവിനെ തിരഞ്ഞു. എന്നാൽ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മുറ്റത്തെ പടിയിലേക്ക് തളർന്നിരുന്നു പോയി സുഭദ്ര. സുഭദ്ര ഫോൺ എടുത്ത് ദേവനെ വിളിച്ചു. പക്ഷെ മറുഭാഗത്ത് ആരും തന്നെ കോൾ എടുത്തില്ല. അവർ നാരായണനെ വിളിച്ചു, എങ്കിലും ഫലമുണ്ടായില്ല. പക്ഷേ അവർ തുടരെ ദേവനെയും നാരായണനെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അവർ അപ്പോൾ ആംബുലൻസിൽ ടൗണിലെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടോ സുഭദ്രയുടെ ഫോൺ എടുത്ത് അവരോട് കാര്യങ്ങൾ പറയാൻ രണ്ടുപേർക്കും മനസ്സ് വന്നില്ല. ഒടുവിൽ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഡോക്ടർമാർ പരിശോധിച്ച് ജഗനെ നേരെ ICUവിൽ കയറ്റുകയാണ് ഉണ്ടായത്. ICUവിന്റെ വാതിൽക്കൽ നിർവികാരനെ നിൽക്കുകയാണ് നാരായണൻ. വീണ്ടും ഫോൺ ശബ്ദം കേട്ടതും അയാൾ ഫോൺ കയ്യിലെടുത്തു നോക്കി. സുഭദ്രയാണ്. അവരോട് എന്തു പറയണം എന്നറിയാതെ വിഷമിച്ചു. പക്ഷെ അവരെ അറിയിക്കാതിരുന്നാൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് തോന്നിയതുകൊണ്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഏട്ടാ, ലച്ചുവിനെ കാണാനില്ല ഏട്ടാ. അവൾ ഇവിടുന്ന് എങ്ങോട്ടോ പോയി. ഞങ്ങൾ മുഴുവനും അരിച്ചു പെറുക്കി നോക്കി. ആ പെണ്ണിനെ കാണാനില്ല. ഈ പാതിരാത്രി അവൾ എങ്ങോട്ടിറങ്ങിപ്പോയതാണെന്ന് എനിക്കറിയില്ല. വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അവർ നാരായണനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാരായണൻ ആകെ തളർന്നു. ഫോൺ ചെവിയോട് ചേർത്ത് തളർന്ന് കസേരയിലേക്ക് ഇരുന്നു പോയ അച്ഛനെ കണ്ടപ്പോൾ ദേവനൊന്ന് ഭയന്നു. എന്താ അച്ഛാ, എന്തു പറ്റി? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ വെപ്രാളത്തോടെ നാരായണനോട് ചോദിച്ചു. ലച്ചു മോള്, അവളെ കാണാനില്ലെന്ന് അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അച്ഛാ. ഒരുപക്ഷെ ജഗനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെ അവളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടാകും. ഇനി അവളും കൂടി ചേർന്നുകൊണ്ടാണോ? ദേവൻ നാരായണനോട് ചോദിച്ചുപോയി. ഇല്ലടാ, ലച്ചുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ അവളെ ആര് സഹായിക്കാനാണ്? ആ തറവാടിന്റെ പുറത്തേക്ക് അവൾക്ക് ആരുമായും ഒരു ബന്ധവുമില്ല. ആകെ ഒരു അടുപ്പമുണ്ടായിരുന്നത് കൂട്ടുകാരി നന്ദിനിയോടും ആ കുടുംബത്തോടുമാണ്. അവരെ പോലും ജഗൻ അവളിൽ നിന്ന് അകറ്റി. കുറച്ചു നാളായി എന്റെ മോൾ ആ വീട്ടിൽ തടവിലായിരുന്നു. സ്വന്തമായ ഒരു ഫോൺ പോലും അവൾക്കില്ല. അവൾ ആരുടെ കൂടെ ചേർന്ന് ജഗനെ അപായപ്പെടുത്താനാണ്? എങ്ങനെയാ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവളെ അവിടെ നിന്ന് ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവൻ ദ്രോഹിച്ച ആരെങ്കിലും തന്നെയായിരിക്കും. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അയാൾ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് പോലീസിൽ പരാതിപ്പെടാം, അല്ലാതെ ശരിയാകില്ല, ദേവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ദേവൻ അവിടുത്തെ SIയെ വിളിച്ചു. അയാൾ ജഗന്റെ സുഹൃത്താണ്. ദേവൻ പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് അയാൾ ആശുപത്രിയിലെത്തി. പക്ഷേ ജഗനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ജഗൻ ഇപ്പോഴും ശരിക്കുള്ള ഒരു ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. ദേവൻ പറഞ്ഞതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ അയാൾ അന്വേഷിക്കാം എന്ന് സമ്മതിച്ചുകൊണ്ട് മടങ്ങി. ഒരു വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിന്റെ ഓഫീസ് മുറിയിൽ കസേരയിലേക്ക് തലചായ്ച്ച് കിടക്കുകയാണ് അവൻ. അനുവാദം ചോദിച്ചുകൊണ്ട് അവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ഡോക്ടർ ആ മുറിയിലേക്ക് കയറി. സാർ, ഓപ്പറേഷൻ സക്സസ് ആണ്. ഉറപ്പായും സാറിന്റെ ബ്രദറിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കാനും ഓടാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ കഴിയും. പക്ഷേ കുറച്ചുനാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, അത്രമാത്രം.
ഡോക്ടർ വളരെ ബഹുമാനത്തോടെ, ചെറിയ ഭയത്തോടെ പറഞ്ഞു നിർത്തി. എത്ര നാൾ? അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം ആ മുറിയിൽ നിറഞ്ഞു. 6 മാസമെങ്കിലും വേണം. മറുപടിയായി അയാൾ പറഞ്ഞതും അവൻ കനത്തിലൊന്നു മൂളി. വീണ്ടും കസേരയിലേക്ക് തലയമർത്തിവെച്ച് കണ്ണടച്ച് കിടന്നു. അത് കണ്ടതും മറ്റൊന്നും പറയാൻ നിൽക്കാതെ ആ ഡോക്ടർ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലെ ശീതീകരിച്ച മുറിയിൽ കസേരയിലേക്ക് തലചായ്ച്ചു വെച്ചുകൊണ്ടവൻ കിടന്നു. മഹാദേവൻ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ കാര്യങ്ങൾ അവൻ ഓർത്തുപോയി. ജർമ്മനിയിൽ ബിസിനസ് തിരക്കുകൾ ആയിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്നുള്ള അച്ഛൻ്റെ കോൾ കണ്ടത്. ശംഖുവിന് ആക്സിഡന്റ് പറ്റി എന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ ആകെ ഒരു തളർച്ച തോന്നി. കാരണം തൻ്റെ ജീവനാണ്. അപ്പോൾ തന്നെ നാട്ടിലെ മാനേജരെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ശംഖുവിനെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആക്സിഡന്റ് കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മാനേജർ ഒന്ന് പതറി. സർ, ആക്സിഡന്റ് പറ്റിയെന്നാണ് അച്ഛനും അനിയനും പറയുന്നത്. പക്ഷെ കണ്ടിട്ട് അങ്ങനെ അല്ലാത്ത പോലെ. കുറേ പേർ ചേർന്ന് തല്ലി ചതയ്ക്കുമ്പോൾ പോലെയുള്ളതാണ് അനിയന്റെ ദേഹത്തെ മുറിവുകൾ. ഒടിവ് കൂടുതലും 2 കാലുകൾക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഫുട്ബോൾ പ്ലെയറല്ലേ? ആർക്കെങ്കിലും അയാളോട് കളിയിൽ എന്തെങ്കിലും ദേഷ്യം തോന്നി ചെയ്തതാണോ എന്ന സംശയമുണ്ട്. പക്ഷേ അച്ഛനും അനിയനും ഒന്നും തന്നെ വിട്ടുപറയുന്നില്ല. അത്രയും കേട്ടപ്പോൾ തന്നെ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് പറന്നു. ഇവിടെ എത്തി അവനെ കണ്ടപ്പോൾ ആകെ തകർന്നുപോയി. ശരീരമാകെ തല്ലി ചതച്ചിരിക്കുന്നു. മുട്ടിന് താഴെയായി 2 കാലുകളും തല്ലി ഒടിച്ചിട്ടുണ്ട്. നല്ലപോലെ വേദനയുണ്ട്. അവന്റെ കരച്ചിലും വേദനയും കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും അവനോട് ചോദിച്ചില്ല. അവനെ കണ്ട് പുറത്തേക്കിറങ്ങിയപ്പോഴേക്കും ഇത് ചെയ്തവരെയെല്ലാം ചുട്ടെരിക്കാനുള്ള ദേഷ്യത്തിലായിരുന്നു. മാനേജരെ വിളിച്ച് തന്റെ ആളുകളെയെല്ലാം കൂട്ടി സത്യം എന്താണെന്ന് അന്വേഷിക്കാനായി ഏർപ്പാടാക്കി. സംഭവ ദിവസം രാവിലെ അവൻ കാറുമായി അമ്പലത്തിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് അവന്റെ 2 കൂട്ടുകാരികളുമായി കാറിൽ നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ആക്രമിക്കപ്പെട്ടത്. ആ 2 പെൺകുട്ടികളിൽ ഒരാൾ ഇവന്റെ കൂട്ടുകാരിയാണ്, നന്ദന. ആ കുട്ടിയെക്കുറിച്ച് ദേവനറിയാം. അന്വേഷണത്തിൽ ശംഖുവിന് ആക്സിഡന്റ് നടന്നതിന്റെ അതേ ദിവസം തന്നെ ആ കുട്ടിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നറിഞ്ഞു. ശംഖു നന്ദനെക്കുറിച്ചെല്ലാം തന്നെ ദേവനോട് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നത് ആര് എന്നന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നന്ദനയുടെ സുഹൃത്ത് എന്നാണ്. ആ കുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ആകെ അറിയാൻ കഴിഞ്ഞത് അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണെന്നാണ്. പക്ഷേ അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുന്നു. അധികം ആരോടും വലിയ സംസാരമൊന്നുമില്ലാത്ത കുട്ടിയാണ്. അവളുടെ ഒരേ ഒരു കൂട്ടുകാരിയാണ് നന്ദന. അവളുടെ കല്യാണം മുറച്ചെറുക്കനുമായി ഉറപ്പിച്ചതാണ്. കല്യാണം ഉറപ്പിച്ചതേ ഉള്ളൂ എങ്കിൽ കൂടി അവനും അവന്റെ അച്ഛനും അമ്മയും അവൾക്കൊപ്പം ആ തറവാട്ടിലാണിപ്പോൾ താമസിക്കുന്നത്. അയാളാണ് ശംഖുവിനെ ഉപദ്രവിച്ചത്. പക്ഷേ കാരണം വ്യക്തമല്ല. നന്ദനയുടെ കൂട്ടുകാരിയും ശംഖുവും തമ്മിൽ അടുത്ത എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന സംശയത്തിന്റെ പേരിലാവണം അയാൾ അവനെ ഉപദ്രവിച്ചത്. അങ്ങനെയാണ് മാനേജർ പറഞ്ഞത്. വെറുമൊരു സംശയത്തിന്റെ പേരിൽ തന്റെ അനിയനെ തല്ലിച്ചതച്ചവനെ ജീവനോടെ ചുട്ടരിക്കാൻ തന്നെയാണ് ദേവൻ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഓർത്തപ്പോൾ അതിനേക്കാൾ വലിയ ശിക്ഷ തന്നെ അവന് നൽകണമെന്നുറപ്പിച്ചു. തന്റെ അനിയന്റെ ദേഹത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ മുറിവുകൾ ആ ദേഹത്തേൽപ്പിച്ചു. മുട്ടിനു താഴെ അവന്റെ 2 കാലുകളും തല്ലിയൊടിച്ചു. അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഒരു പെണ്ണിന്റെ പേരിലാണ് എന്റെ അനിയനെ അവൻ തല്ലിയത്. അവനുമായി വിവാഹം ഉറപ്പിച്ച ഒരു പെണ്ണിന്റെ പേരിൽ. ആ വിവാഹം നടക്കരുത്. ആ പെൺകുട്ടി ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. തന്റെ അനിയൻ അനുഭവിച്ച വേദനയ്ക്ക് അവളും ഒരു കാരണക്കാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെയും കടത്തിക്കൊണ്ടുവന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു. സാർ, പറഞ്ഞ പോലെ ആ കുട്ടിയെ സാറിന്റെ തറവാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം വീട്ടുകാരെല്ലാം അറിഞ്ഞു. പക്ഷേ വാർത്ത പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഒഫീഷ്യലി പരാതിയും പോയിട്ടില്ല. പക്ഷെ അന്വേഷിക്കുന്നുണ്ട്. മറുപടിയായി അവനൊന്ന് മൂളിയതേ ഉള്ളൂ. ഒരിക്കൽ കൂടി ശംഖുവിന്റെ അടുത്തേക്ക് ദേവൻ കയറി. ICUവിൽ തന്നെയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ മയക്കം ഇതുവരെ വിട്ടിട്ടില്ല. എന്തോ അവന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ ആ മുഖം ദേഷ്യത്താൽ ചുമന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിലെ VIP റൂമിൽ അച്ഛനുണ്ട്. ഒപ്പം തന്നെ ശംഖുവിനെ നോക്കാനായി ഏർപ്പാടാക്കിയ മെയിൽ നേഴ്സും. അച്ഛാ, എനിക്ക് പുറത്തേക്ക് പോകണം. നാളെ വൈകിട്ടെത്തും. പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയവനെ അച്ഛൻ തടഞ്ഞു. എനിക്കറിയാം നീ ഇത്ര വെപ്രാളപ്പെട്ട് എങ്ങോട്ടാണെന്ന്. വെറുതെ വഴക്കിനൊന്നും പോണ്ട മോനെ. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ആളറിയാതെ എങ്ങാനും പറ്റിയതായിരിക്കും. അല്ലെങ്കിലും വേണു അങ്ങനെയാണ്, ഒരു സമാധാനപ്രിയൻ. എന്നാൽ ദേവൻ നേരെ മറിച്ചാണ്. അവൻ അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് മറുപടിയൊന്നും നൽകാതെ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. രാത്രി 10 മണിയോടെ നാരായണൻ സുഭദ്രയെ വിളിച്ച് ജഗന്റെ വിവരം പറഞ്ഞു.
കേട്ടതും ഭയങ്കര കരച്ചിലായിരുന്നു. ഒപ്പം തന്നെ ലച്ചുവിനെ പ്രാകാൻ തുടങ്ങി. ഉറപ്പായും ഇത് അവളുടെ പണി തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ മോൻ ആശുപത്രിയിലായ സമയത്ത് തന്നെ അവളെ എങ്ങനെ കാണാതായി? അവക്കിതിൽ പങ്കുണ്ട്, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ മകനെ തല്ലിയിട്ടതല്ലേ ഉള്ളൂ. അവൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടക്കില്ലല്ലോ. അവനൊന്ന് നേരെ ആകട്ടെ. ഏത് പാതാളത്തിൽ പോയി അവൾ ഒളിച്ചാലും അവിടെ ചെന്ന് പിടിച്ചു കൊണ്ടുവരും. അവനോട് ചെയ്തതിനെല്ലാം ഇരട്ടിയായി അവൻ തിരിച്ചു കൊടുത്തോളും. സുഭദ്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ നാരായണന് സങ്കടമാണ് തോന്നിയത്. ഒന്നയാൾക്ക് ഉറപ്പാണ്, ജഗനെ ഉപദ്രവിച്ചവർ തന്നെയാണ് ലച്ചുവിനെ കൊണ്ടുപോയത്. പക്ഷെ ഒരിക്കലും ലച്ചുവിന് ഇതിൽ പങ്കില്ല, അതറിയാം. പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടി ദേവന്റെ കറുത്ത ബെൻസ് തറവാട്ടുമുറ്റത്തെത്തി. കോളിംഗ് ബെൽ അടിച്ചതും അവിടുത്തെ സെർവന്റ് വിമല ചേച്ചി കതക് തുറന്നു കൊടുത്തു. അവൾ ഏത് മുറിയിലാണ്? താഴെയുള്ള ഗസ്റ്റ് റൂമിലാണ് കുഞ്ഞെ. കൊണ്ടുവരുമ്പോൾ ബോധമില്ലായിരുന്നു. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുമില്ല. അകത്തുനിന്ന് ഒച്ചയൊന്നും കേട്ടില്ല. അവർ പറയുന്നത് കേട്ട് അവനൊന്ന് മൂളിക്കൊണ്ട് മുകൾ നിലയിലുള്ള അവൻ്റെ മുറിയിലേക്ക് പോയി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. തല വെട്ടിപ്പൊളിയുന്നത് പോലെ ഒരു വേദന. ചുറ്റുമൊന്നും നോക്കിയപ്പോൾ തനിക്ക് പരിചയമില്ലാത്തൊരു മുറിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തലേദിവസം രാത്രിയിലെ സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ ആകെ ഭയന്നു. എഴുന്നേറ്റ് അടച്ചിട്ടിരിക്കുന്ന കതകിൽ മുട്ടിവിളിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ എങ്കിലും ഉള്ളിലെ ഭയം അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചു. അവൾ പതിയെ ചുരുണ്ട് കട്ടിലിൻ്റെ മൂലയിലേക്ക് പതുങ്ങി. പെട്ടെന്ന് കതക് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ പിടഞ്ഞു. തുടരും.